ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 B6 മോഡല്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളിലൊന്ന് നമുക്ക് ഈ ലേഡീസ് ഫുട്രസ്റ്റ് വണ്ടി ഒന്ന് എന്തോ മുട്ടിയിട്ട് വണ്ടി ഇത് ബെൻഡായിട്ടുണ്ടായിരുന്നു. അതായത് അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ തന്നെ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഒരു ക്ലാമ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ ക്ലാമ്പ് ഇട്ടിട്ട് ഒരെണ്ണം പിടിപ്പിക്കാനുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ആക്സിലേറ്റർ കേബിളിൻ്റെ പ്രോബ്ലം പറഞ്ഞതാണ് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ ശരിക്കും പറഞ്ഞാൽ കേബിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ നടപടിയാവില്ല. കാരണം അത് തിരിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്കത് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. മാറ്റുമ്പോൾ 2 കേബിൾ വരാം. 2 കേബിളും കൂടി മാറ്റി വരുമ്പോൾ ഏകദേശം നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റി വരുന്ന ലേബർ ചാർജ് അടക്കം വരുമ്പോൾ കേബിളും ലേബറും കൂടി വരുമ്പോൾ ഏകദേശം ഒരു 850 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റണതാണ് നല്ലത്. അത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ ആക്സിലേറ്റർ എന്ന് പറയുന്ന കേബിളാണ് പ്രശ്നം. അത് നമ്മൾ വേറെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും ആ ടൈറ്റ് മാറില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ലിവറിൻ്റെ ബ്രാക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഷെയ്ക്കിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലാമ്പിൻ്റെയാണത്. അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 2 ആക്സിലേറ്റർ കേബിൾ, ലേഡീസ് ഫുട് റെസ്റ്റ്, പിന്നെ എക്സ്ട്രാ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ക്ലാമ്പ്, അതേപോലെ തന്നെ ലിവർ ബ്രാക്കറ്റിൻ്റെ ക്ലാമ്പ്, ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം നമുക്ക് വരുന്നൊരു ചിലവിന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.